എല്ലാവർക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന്റെ മെയിൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്? മാനേജ്മെന്റ് ഡെഫിനിഷനെ കുറിച്ചാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിനകത്ത് മാനേജ്മെന്റ് ഡെഫിനിഷനും അതിന്റെ ഫീച്ചേഴ്സും മാനേജ്മെന്റ് ഫീച്ചേഴ്സും ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തത്. ഇന്ന് നമ്മൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. മാനേജ്മെന്റ് വേഴ്സസ് അഡ്മിനിസ്ട്രേഷൻ. ഇത് പറയുന്നതിന് മുന്നേ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടോപ്പിക് ഉണ്ട്. അത് നമ്മൾ എടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിലോട്ട് പോവാം. അപ്പൊ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, 3 ലെവൽസ് ആണ് മാനേജ്മെന്റിനുള്ളത്. ഒന്ന് ടോപ്പ് ലെവൽ, പിന്നെ അതിന്റെ താഴെ മിഡിൽ ലെവൽ, അതിന്റെയും താഴെ ലോവർ ലെവൽ. ഇതിൽ ടോപ്പ് ലെവലിലാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, സിഇഒ പോലെയുള്ള ആൾക്കാർ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണെന്നാണ് പറയുക. അതിന്റെ താഴെയുള്ള മിഡിൽ ലെവൽ മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റൽ മാനേജേഴ്സ് ആണ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റ് മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ് മിഡിൽ ലെവലിൽ വരുന്നത്. ഓക്കെ, അതായത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനെ ഹാൻഡിൽ ചെയ്യുന്ന പർച്ചേസ് മാനേജേഴ്സ്, പിന്നെ പ്രൊഡക്ഷൻ മാനേജേഴ്സ്, സെയിൽസ് മാനേജേഴ്സ്, മാർക്കറ്റിംഗ് മാനേജേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഈ മിഡിൽ ലെവലിൽ വരുന്നത്. അതിന്റെ താഴെയുള്ളത് ലോവർ ലെവൽ മാനേജേഴ്സ്, അതായത് സൂപ്പർവൈസേഴ്സ്, പിന്നെ ഫോർമാൻ പോലെയുള്ളവരാണ് ലോവർ ലെവലിൽ വരുന്നത്. ഇതില് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, സിഇഒ പോലെയുള്ള ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണ് ഒരു കമ്പനിയുടെ ഒരു ലോങ് ടേം സ്ട്രാറ്റജി തീരുമാനിക്കുന്നത്, കോർപ്പറേറ്റ് പ്ലാൻസ് തീരുമാനിക്കുന്നത്. ഇതൊക്കെ ടോപ്പ് ലെവലിലുള്ള മാനേജേഴ്സ് ആണ്. അതിന്റെ താഴെയുള്ള മിഡിൽ ലെവൽ മാനേജേഴ്സ് അവരുടെ മെയിൻ മാനേജ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവരുടെ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. സോ അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്ലാനും ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളും ഒക്കെ ആയിരിക്കും മിഡിൽ ലെവൽ മാനേജേഴ്സ് നോക്കുക. അതിന്റെ തൊട്ട് താഴെ ലോവർ ലെവൽ മാനേജേഴ്സ് ആണുള്ളത്. അത് സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ ഫോർമാൻ ആണെന്ന് പറഞ്ഞല്ലോ. അവർ മെയിൻ ആയിട്ട് ഒരു കമ്പനിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അവരുടെ റുട്ടീൻ വർക്ക് ആയിരിക്കും നോക്കുക. സോ അവർ ഡയറക്ട്ലി ആ കമ്പനിയിലുള്ള വർക്കേഴ്സിനെ ഹാൻഡിൽ ചെയ്യുകയും അവരെ ഗൈഡ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഈ ലോവർ ലെവൽ മാനേജേഴ്സ് ആണ്. അപ്പൊ നമുക്കിനി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന ടോപ്പിക്കിലേക്ക് പോകാം. അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും സെയിം ആണോ അതോ അത് രണ്ടും ഡിഫറെന്റ് ആണോ? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ, ഇങ്ങനൊരു ഡിബേറ്റ് നടക്കുന്നുണ്ടായിരുന്നു. സോ ഇത് സെയിം ആണെന്ന് പറയുന്നവരുണ്ട്. അത് അല്ലാതെ ഇതൊരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ തന്നെ പാർട്ടാണെന്ന് പറയുന്നവരുണ്ട്. അല്ല, ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. അഡ്മിനിസ്ട്രേഷൻ ടോപ്പ് ലെവൽ ഫംഗ്ഷനും മാനേജ്മെന്റ് മിഡിൽ ഓർ ലോവർ ലെവൽ ഫംഗ്ഷനും ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വ്യൂ ഉണ്ട്. അങ്ങനെ 3 വ്യൂസ് ആണ് ഇതിനുള്ളത്. അപ്പൊ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഹയർ ലെവൽ ഫംഗ്ഷനും മാനേജ്മെന്റ് ലോവർ ഓർ മിഡിൽ ലെവൽ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. ആ ഒരു വ്യൂവിനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. സോ ഇതൊരു ടോപ്പ് ലെവൽ ഫംഗ്ഷൻ ആണെന്നും മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു മിഡിൽ ആൻഡ് ലോവർ ലെവൽ ഫംഗ്ഷൻ ആണെന്നും നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ടോപ്പ് ലെവൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും ആ ഒരു ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട പോളിസീസ്, പ്ലാനുകള് എല്ലാം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഓർഗനൈസേഷന്റെ ഡിസിഷൻ മേക്കിംഗ് ഫങ്ഷൻസ് എടുക്കുന്നത് ഈ അഡ്മിനിസ്ട്രേഷൻ ആണ്. അഡ്മിനിസ്ട്രേഷൻ ആണ് ഒരു ഓർഗനൈസേഷന്റെ തീരുമാനങ്ങൾ, പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം ഉണ്ടാക്കുക. എക്സിക്യൂട്ട് ചെയ്യുന്നവരാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ അത് എക്സിക്യൂട്ട് ചെയ്യുന്നവരാണ് മാനേജ്മെന്റ്. സോ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരെന്താണ് മാനേജ്മെന്റ്? ഇറ്റ് ഈസ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് വർക്ക് ഡൺ ത്രൂ അതേഴ്സ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അതായത് പണിയെടുപ്പിക്കുക, അവരെ കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കിപ്പിക്കുക. ഇതാണ് മാനേജ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ പോളിസീസ്, ഓർഗനൈസേഷന്റെ പ്ലാൻസ് എല്ലാം ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അഡ്മിനിസ്ട്രേഷനിലുള്ളവർക്ക് പ്രധാനമായിട്ട് വേണ്ടത് കൺസെപ്ച്വൽ സ്കിൽസ് ആണ്. അവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാർ. മെയിൻ ആയിട്ട് തിങ്കിങ് ഫംഗ്ഷൻ ആണ് അവർ ചെയ്യുന്നത്, അല്ലെ? എന്തൊക്കെ പോളിസീസ് ഉണ്ടാക്കണം,
അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ പോളിസീസ് ഉണ്ടാക്കണമെന്നും പ്ലാൻ ചെയ്യണമെന്നും ഒക്കെയുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം, അതായത് ഒരു ഓർഗനൈസേഷന്റെ മെയിൻ പ്ലാൻസ്, ഒരു അവരുടെ സെൻട്രൽ ആയിട്ടുള്ള അവരുടെ പോളിസീസ്, ഇതെല്ലാം തീരുമാനിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ ആണ്. സോ ഒരു തിങ്കിങ് ഫംഗ്ഷൻ ആണ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്. അതേസമയം മാനേജ്മെന്റോ ഡൂയിങ് ഫംഗ്ഷൻ ആണ്. അവരാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അവരെടുക്കുന്ന തീരുമാനം, അഡ്മിനിസ്ട്രേഷൻ എടുക്കുന്ന തീരുമാനങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതെല്ലാം ഈ മാനേജ്മെന്റ് ആണ്. സോ ഇത് ഡൂയിങ് ഫംഗ്ഷൻ ആണ്. ഈ ഡൂയിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ മാനേജ്മെന്റിനുള്ളവർക്ക് വേണ്ട സ്കിൽസ് എന്താണ്? ടെക്നിക്കൽ സ്കിൽസ്. ടെക്നിക്കൽ സ്കിൽസും ഹ്യൂമൻ സ്കിൽസും. ഹ്യൂമൻ സ്കിൽസും അഡ്മിനിസ്ട്രേഷൻ ആയാലും മാനേജ്മെന്റ് ആയാലും വേണ്ട സ്കിൽസ് തന്നെയാണ് ഹ്യൂമൻ സ്കിൽസ്. അപ്പം പ്രധാനമായിട്ട് ഡൂയിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് മാനേജ്മെന്റിന് വേണ്ട ഒരു സ്കില്ലാണ് ടെക്നിക്കൽ സ്കിൽസ്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷന് വേണ്ട സ്കിൽസ് എന്താണ്? അവർ തിങ്കിങ് ഫംഗ്ഷൻ ആണെന്ന് ആലോചിക്കുക. സോ കൺസെപ്ച്വൽ ആൻഡ് ഹ്യൂമൻ സ്കിൽസ് ആണ് അവർക്ക് വേണ്ടത്. Management is concerned with leading, motivating workforce at lower level. Administration is not directly concerned with human resources. Management lower or middle level function ആണ്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ അവരാണ് എന്ത് ചെയ്യുന്നത്? അതുകൊണ്ട് വർക്ക് ഫോഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുകയും അവരെ ലീഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഈ മാനേജ്മെന്റ് ആണ്. ഓക്കെ, അതേസമയം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കുറച്ച് ടോപ്പ് ലെവൽ ഫംഗ്ഷൻ ആണ്. സോ അവർ ഈ പോളിസി മേക്കിംഗ്, പ്ലാൻ മേക്കിംഗ് അങ്ങനെയുള്ള കാര്യത്തിലായിരിക്കും കൂടുതൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവുക. സോ ദേ ആർ നോട്ട് ഡയറക്ട്ലി കൺസേൺ വിത്ത് ഹ്യൂമൻ റിസോഴ്സസ്. അവിടുത്തെ വർക്കേഴ്സുമായിട്ട് ഡയറക്ട്ലി അവർ ഇൻവോൾവ് ആയിരിക്കില്ല. സോ അതാണ് ഒരു ഡിഫറൻസ്. പിന്നെ അടുത്തത് മാനേജ്മെന്റ് ഇസ് കൺസേൺഡ് വിത്ത് ഇന്റേണൽ ഫോഴ്സസ്, ദാറ്റ് ഇസ് പോളിസീസ് ഓഫ് ഓർഗനൈസേഷൻ. നമ്മൾ പറഞ്ഞു അഡ്മിനിസ്ട്രേഷൻ ആണ് ഒരു ഓർഗനൈസേഷന്റെ ഒരു സെൻട്രൽ പ്ലാന് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള പോളിസീസ് ഒക്കെ ഉണ്ടാക്കുന്നത്. സോ ആ പോളിസീസ് വെച്ചിട്ടേ ഈ മാനേജ്മെന്റിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. സോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മെയിൻലി ദേ ആർ കൺസേൺഡ് വിത്ത് ദ പോളിസീസ്, വിത്ത് ദ എക്സിസ്റ്റിംഗ് പോളിസീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതേസമയം അഡ്മിനിസ്ട്രേഷനോ their decisions are influenced by external forces. സോ എക്സ്റ്റേണൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ അവരുടെ ആ പോളിസീസിനെ ബാധിക്കും. അതായത് ഒരു അഡ്മിനിസ്ട്രേഷൻ ഒരു പോളിസി ഉണ്ടാക്കുമ്പോൾ എക്സ്റ്റേണൽ നടക്കുന്ന കാര്യങ്ങൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് തീരുമാനിക്കുന്ന ടാക്സ്, അങ്ങനെ ടാക്സിന്റെ കാര്യങ്ങൾ, ടാക്സ് കുറയ്ക്കുക, കൂട്ടുക, അങ്ങനെ പല പല കാര്യങ്ങൾ ഒരു എക്സാമ്പിൾ പറയാണ്. അങ്ങനെയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ തീരുമാനത്തിനെ ബാധിക്കും. അവരുടെ ഒരു ഓർഗനൈസേഷൻ ഉള്ളിലുള്ള പോളിസി മേക്കിങ്ങിനെ അഫക്റ്റ് ചെയ്യും. സോ അതാണ് അഡ്മിനിസ്ട്രേഷൻസ് അവർ എടുക്കുന്ന തീരുമാനങ്ങൾ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.